ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഈ പ്രഷർ കുക്കർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഭക്ഷണങ്ങൾ തയ്യാറാക്കേണ്ട ഒരു സാധനമാണ്. അതായത് പെട്ടെന്ന് ഭയങ്കര ഉള്ളിൽ ഭയങ്കര ഹീറ്റും, അതായത് വായു പുറത്ത് പോവാത്ത ഒരവസ്ഥയ്ക്കാകുമ്പോൾ അതിൽ നല്ല വേവ് പെട്ടെന്ന് വെന്ത് വരും. അതിപ്പോൾ എന്ത് സാധനമാണെങ്കിലും പെട്ടെന്നായിരിക്കും വേവ് ഉണ്ടാവുക. പിന്നെ വേവാത്ത ഭയങ്കരമായിട്ടുള്ള ബീഫ് ഒക്കെ ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര കട്ടിയായിട്ടുള്ള സാധനങ്ങൾ വേവിക്കാനാണ് നമ്മൾ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത, അതിൽ നമ്മൾ ഒരിക്കലും അതിൽ നമ്മൾ വേവിക്കാൻ പറ്റാത്ത കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ കടൽ മത്സ്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, ഈ മത്സ്യങ്ങൾ, ഈ കടൽ മത്സ്യം, അതൊന്നും ഈ പ്രഷർ കുക്കറിൽ വേവിക്കാൻ പറ്റില്ല. അതൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെയായി മാറും. ഈ റബ്ബർ പോലെ ഉണ്ടായിട്ട് അത് ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. ഈ മീൻ ഐറ്റംസൊക്കെ നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബാഡായിട്ടുള്ള സ്മെല്ലായിരിക്കും, ഭയങ്കര ദുർഗന്ധമായിരിക്കും അതിന് വരിക. പിന്നെ ഉള്ളത് പഴങ്ങളാണ്. ബെറീസ് പഴങ്ങൾ തുടങ്ങിയ വർഗ്ഗങ്ങൾ ഒരിക്കലും പ്രഷർ കുക്കറിൽ നമ്മൾ വെക്കരുത്. ഇത് ആരും വേവിക്കാനൊന്നുമില്ല, എന്നാലും അതിൽ വെക്കാൻ പോലും പാടില്ല. അതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ രുചി മാറും. പിന്നെ അതിൻ്റെ രൂപം, ആപ്പിളിൻ്റെ രൂപം ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് നീണ്ടൊക്കെ പോകും. അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നുള്ളതാണ് വറുത്ത ഭക്ഷണങ്ങൾ. അതായത് വറുത്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഐറ്റംസ്, അതേപോലെ നമ്മൾ ഈ മറ്റേ എന്താ പറയുക, ഈ ടൊമാറ്റോ ഒക്കെ നമ്മൾ ഇങ്ങോട്ട് വറുത്തിട്ട് ഉണ്ടാക്കുമല്ലോ, അതേപോലെ അങ്ങനത്തെ സാധനങ്ങൾ, വറുത്ത സാധനങ്ങളൊന്നും ഇതിൽ വെക്കാൻ പറ്റില്ല. അതായത് വീണ്ടും അതിലിട്ട് വേവിക്കാനോ അല്ലെങ്കിൽ ഇതിൽ വെക്കാനൊന്നും പാടില്ല. കാരണം പിന്നെ വറുക്കാനും പാടില്ല കേട്ടോ. അതിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വറുക്കാൻ പെട്ടെന്ന് എന്ന് വിചാരിച്ചിട്ട് പ്രഷർ കുക്കറിലിട്ടിട്ട് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അത് ഭയങ്കര പ്രശ്നമാണ്. പ്രഷർ കുക്കറിൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്. കാരണം പ്രഷർ കുക്കറിന് ഈർപ്പത്തോടെയാണ് അത് വേവിക്കാൻ കഴിയുക. വേവ് കൂടുതലായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടുതൽ ചൂട് വരുത്തണമെങ്കിൽ ഈർപ്പം വേണം. ആ ഈർപ്പത്തിന് അങ്ങോട്ട് ചൂടാക്കിയിട്ടാണ് അത് കൂടുതലായിട്ട് ചൂടാവുന്നത്. പക്ഷേ വറുത്ത ഭക്ഷണങ്ങളാകുമ്പോൾ ഈർപ്പങ്ങൾ വരില്ല. അങ്ങനെ ഒരു സീനുണ്ട്. അതുകൊണ്ട് വറുത്ത ഭക്ഷണങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ ഉള്ളതാണ് നമ്മൾ സാധാരണ ചോറ് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രഷർ കുക്കറിൽ ചെയ്യും. പക്ഷേ പ്രഷർ കുക്കറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ധാന്യങ്ങളൊക്കെ വേവിക്കാൻ നല്ലതാണ്. പക്ഷേ പ്രഷർ കുക്കറിൽ ചോറ് വേവിക്കുക എന്ന് പറഞ്ഞാൽ അത് കഴിയില്ല. കാരണം ഇത് ചോറിനെ കൂടുതൽ പശയുള്ളതാക്കി മാറ്റും. ഭയങ്കര ഒട്ടിപ്പിടിച്ചുകൊണ്ട് പശയൊക്കെ ഉള്ള ഒരു സാധനമാക്കി മാറ്റും ഈ പ്രഷർ കുക്കറിൽ ഈ ചോറ് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ മെയിനായിട്ടുള്ള കാര്യമാണ് മുട്ട. ചൂട് കൂടുമ്പോൾ മുട്ട പൊട്ടും. ഈ മുട്ട പുഴുങ്ങാൻ വേണ്ടി പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഒക്കെ, അല്ലെങ്കിൽ മുട്ട കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മുട്ട അതിൽ വെക്കുക എന്ന് പറഞ്ഞാൽ, അതിൽ വേവിക്കുക എന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്. കാരണം അത് ഒട്ടിപ്പിടിച്ച് മുട്ട പുഴുങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള ഓടുമ്പോൾ ഒട്ടിപ്പിടിക്കും. പിന്നെ അതേപോലെ അമിതമായി വെന്ത് പോയിട്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി മാറും മുട്ട പോലുള്ള സാധനങ്ങൾ അതിൽ വേവിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇലക്കറി, ചീര, ക്യാബേജ് തുടങ്ങിയ ഇലക്കറികൾക്ക് അമിതമായ മർദ്ദം താങ്ങാൻ കഴിയില്ല. അവയുടെ നിറം മാറിപ്പോകും, അതേപോലെ അതിൻ്റെ രുചി മാറിപ്പോകും. ഈ ചീര അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വേവിക്കാൻ പറ്റുന്ന ഓപ്ഷനാണ്. അതൊന്നും പ്രഷർ കുക്കറിൽ ഒരിക്കലും വേവിക്കരുത്. അത് എന്നല്ല, പച്ചക്കറി എല്ലാ ഐറ്റംസും അങ്ങനെ തന്നെയാണല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്. അതിൻ്റെ രുചിയും അതിൻ്റെ കളറൊക്കെ മാറിപ്പോകും നമ്മൾ പ്രഷർ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെയുള്ള ഓപ്ഷനാണ് പാലുൽപ്പന്നങ്ങൾ. കട്ടിയായിട്ടുള്ള പാല്, അങ്ങനത്തെ സാധനങ്ങളൊന്നും അതിൽ പറ്റില്ല. കാരണം മർദ്ദം കൂടുമ്പോൾ പാലുൽപ്പന്നങ്ങൾ അത് പിരിഞ്ഞ് അത് ആകെ എന്താ പറയുക, കേട് വരാനും സാധ്യതയുണ്ട്. അതായത് പ്രഷർ കുക്കറിനൊന്നും താങ്ങാൻ പറ്റാത്ത എന്താണ് ഈ പാല് പോലുള്ള ഐറ്റംസുകളൊക്കെ. അതൊന്നും പ്രഷർ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ പാലിന് അതൊന്നും താങ്ങാൻ കഴിയില്ല, അതിൻ്റെ ചൂടും എന്തൊന്നും.
ഭയങ്കര പെട്ടെന്ന് കേടുവരും. പാലുൽപ്പന്നങ്ങളൊക്കെ അതിലിട്ട് ചൂടാക്കി തിളപ്പിക്കുകയൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വന്നിട്ട് പിന്നെ അതൊന്നിനും പറ്റാത്തൊരവസ്ഥയായി മാറും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് പ്രഷർ കുക്കറിൽ വേവിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് അറിയാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.